ന്യൂസ് റൂമിലേക്ക് വിശദമായി. കാട്ടാക്കട കോളേജിലെ SFI ആൾമാറാട്ടത്തിൽ പ്രിൻസിപ്പലിന് സസ്പെൻഷൻ. CSI മാനേജ്മെന്റ് പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തു. ഡോക്ടർ NK നിഷാദാണ് പുതിയ പ്രിൻസിപ്പൽ. നന്ദകുമാർ ചേരുന്നു വിശദാംശങ്ങളുമായി. നന്ദകുമാർ, സർവകലാശാല അത് നടപടിയിലേക്ക് നീങ്ങുന്നു, പോലീസ് അത് കേസെടുത്തു, വിവിധ തലങ്ങളിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു, മാനേജ്മെന്റ് ഒടുവിൽ നിർബന്ധിതരായിരിക്കുന്നു ഈ പ്രിൻസിപ്പലിനെതിരെ സസ്പെൻഷൻ എടുക്കാൻ. പക്ഷേ പ്രിൻസിപ്പലിനാണോ ഈ പ്രശ്നങ്ങൾ വരുത്തിയത് എന്നൊരു തോന്നലുണ്ടാക്കുന്നില്ലേ ഈ തീരുമാനങ്ങളെല്ലാം? തീർച്ചയായും പ്രധാനമായും സർവകലാശാല തന്നെ പ്രിൻസിപ്പാളാണ് കുറ്റക്കാരൻ എന്ന രീതിയിലേക്ക് ഒരു നിഗമനത്തിലേക്ക് എത്തിയിരുന്നു. സിൻഡിക്കേറ്റ് കണ്ടെത്തിയതും അത് തന്നെയായിരുന്നു. പ്രിൻസിപ്പാൾ തന്നെയാണ് കുറ്റക്കാരനെന്നും ഈ പ്രിൻസിപ്പാൾ വിശാഖിന് വേണ്ടി ഈ CPM ലോക്കൽ കമ്മിറ്റി അംഗമായ ഈ വിശാഖിന് വേണ്ടി ഇത്തരത്തിൽ പ്രവർത്തിച്ചു എന്നതാണ് സിൻഡിക്കേറ്റ് കണ്ടെത്തിയത്. ആ നിഗമനത്തിലേക്ക് തന്നെയാണ് ഇപ്പോഴും CSI മാനേജ്മെന്റും ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ CSI മാനേജ്മെന്റ് 3 അംഗ കമ്മിറ്റി ഉപയോഗിച്ച് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പലിനെതിരെ ശിക്ഷണ നടപടി ആവശ്യപ്പെട്ട് കേരള സർവകലാശാല മാനേജ്മെന്റിന് കത്ത് നൽകുകയും ചെയ്തു. ഉചിതമായ ശിക്ഷണ നടപടി എടുക്കാനാണ് രജിസ്ട്രാർ നിർദ്ദേശിക്കുകയും ചെയ്യുന്നത്. കൃത്യമായി നടപടി എടുത്തതിനു ശേഷം സർവകലാശാലയെ അറിയിക്കണമെന്നും ഇല്ലെങ്കിൽ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കുമെന്നുള്ള മുന്നറിയിപ്പും സർവകലാശാല നൽകിയിരുന്നു. എന്തായാലും ആൾമാറാട്ടത്തിൽ ഉൾപ്പെടെയുള്ള കേസാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ സിൻഡിക്കേറ്റ് കണ്ടെത്തിയ അതേ കാര്യങ്ങൾ തന്നെയാണ് കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ അന്വേഷണത്തിലും വ്യക്തമായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പലിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തു. അതോടൊപ്പം തന്നെ പുതിയ പ്രിൻസിപ്പളായി ഡോക്ടർ NK നിഷാദിനെ ഇപ്പോൾ ചുമതല നൽകുകയും ചെയ്തു. എന്തായാലും ഈ വിഷയം CSI മാനേജ്മെന്റ് നടത്തിയ അന്വേഷണവും അതിനുശേഷം പുതിയ പ്രിൻസിപ്പാളിനെ നിയമിച്ചതും അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ CSI മാനേജ്മെന്റ് കേരള സർവകലാശാലയെ അറിയിച്ചിട്ടുമുണ്ട്. എൽദോ, നന്ദകുമാർ, ഈ NK നിഷാദ് നേരത്തെ ഇവിടെ ചുമതലയിൽ ഉണ്ടായിരുന്ന ആളാണ്. എൽദോ, NK നിഷാദ് ഇതിന് മുമ്പ് അതേ കോളേജിൽ തന്നെ അധ്യാപകനായി ചുമതല എടുത്തിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് പ്രിൻസിപ്പൽ ഇൻചാർജ് എന്ന ചുമതലയാണ്. സർവകലാശാലയ്ക്ക് മുമ്പാകെ NK നിഷാദിന്റെ പേര് ഇതിനു മുമ്പും കോളേജ് നൽകിയിരുന്നു. അപ്പോഴൊക്കെ തന്നെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് ഡോക്ടർ GJ ഷൈജു തന്നെയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആദ്യം GJ ഷൈജുവിന് പ്രിൻസിപ്പൽ അംഗീകാരം നൽകുകയും കേരള സർവകലാശാലയുടെ അനുമതിയോടെ ഇത്തരത്തിൽ CSI കോളേജ് മാനേജ്മെന്റ് പ്രിൻസിപ്പളായി ചുമതലയേൽക്കുകയും ചെയ്തു. ഇപ്പോൾ ഡോക്ടർ NK നിഷാദിനെയാണ് ഇപ്പോൾ CSI മാനേജ്മെന്റ് ഇപ്പോൾ ഈ ഒരു ചുമതല നൽകിയിട്ടുള്ളത്. ഇതിന്റെ വരും നടപടികൾ കേരള സർവകലാശാലയാണ് നടത്തേണ്ടത്. സർവകലാശാല ഉറപ്പ് നൽകിയതിനു ശേഷം മാത്രമായിരിക്കും അദ്ദേഹത്തിന് ചുമതലയിലേക്ക് കടക്കാനാവുക. ശരി, അപ്പോൾ ഈ പ്രിൻസിപ്പൽ ഇൻചാർജ് ആയിരുന്ന GJ ഷൈജു, അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം എന്താണ്? ഇനി എന്തെങ്കിലും അപ്പീലിന് പോകും അല്ലെങ്കിൽ എന്തെങ്കിലും എതിർഭാഗത്ത് നിൽക്കാൻ ഉള്ള ആലോചന ഉണ്ടോ അദ്ദേഹത്തിന്? നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് നിയമ നടപടിയിലേക്ക് പോകാൻ തന്നെയാണ് ഇപ്പോൾ GJ ഷൈജുവിന്റെ തീരുമാനം. കാരണം അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ 1ാം പ്രതിയായിട്ടാണ് കേസ് എടുത്തിട്ടുള്ളത്. SFI നേതാവ് A വിശാഖ് 2ാം പ്രതിയുമായിട്ടാണ് കേസ് എടുത്തിട്ടുള്ളത്. നിലവിൽ FIRന്റെ വിവരങ്ങൾ പ്രകാരം 2ാം പ്രതിക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ഒരു പ്രിൻസിപ്പൽ വ്യാജരേഖ ഉണ്ടാക്കിയെന്നും ആൾമാറാട്ടം, വഞ്ചന, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകളൊക്കെ തന്നെയാണ് പോലീസ് ചുമത്തിയിട്ടുമുള്ളത്. അതുകൊണ്ട് എന്തായാലും ഒരു കൃത്യമായ രീതിയിൽ ഒരു നിയമ നടപടിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ മുൻ പ്രിൻസിപ്പൽ കൂടിയായ GJ ഷൈജു ഇപ്പോൾ നീങ്ങുന്നത്. എന്തായാലും CSI മാനേജ്മെന്റും അതോടൊപ്പം തന്നെ കോളേജും ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. അത് മാത്രമല്ല CPM ജില്ലാ ഘടകവും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. നന്ദകുമാർ, ഈ ഡോക്ടർ GJ ഷൈജു അദ്ദേഹം ഒരു കോൺഗ്രസ് അനുകൂല സംഘടനയോട് ചേർന്ന് നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിനെതിരെ ഈ നടപടിയെടുക്കുന്നു. ഈ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ നേരിടില്ലേ ഈ ഘട്ടത്തിൽ? കാട്ടാക്കട കോളേജിലെ SFI ആൾമാറാട്ടത്തിൽ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തു. CSI മാനേജ്മെന്റ് പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് വിവരം. ഡോക്ടർ NK നിഷാദാണ് പുതിയ പ്രിൻസിപ്പൽ. എന്താണെങ്കിലും ഈ പ്രിൻസിപ്പലിന്റെ അംഗീകാരം നേരത്തെ സർവകലാശാല റദ്ദാക്കുകയും ചെയ്തിരുന്നു. പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ വിഷയത്തിൽ. അതിലും പ്രിൻസിപ്പൽ ഇൻചാർജ് ആയിരുന്ന GJ ഷൈജു അദ്ദേഹമായിരുന്നു 1ാം പ്രതി. ഇപ്പോൾ NK നിഷാദ്, അതേ കോളേജിൽ തന്നെ അധ്യാപകനായിരുന്ന ഡോക്ടർ NK നിഷാദിനാണ് പുതിയ പ്രിൻസിപ്പൽ ഇൻചാർജ് ചുമതല. നന്ദകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. അടുത്ത വാർത്തയിലേക്ക്. കാട്ടുപോത്ത് ആക്രമണത്തിൽ എരുമേലി റേഞ്ച് ഓഫീസിലേക്ക് സമരസമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുന്നു. കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച്.
കോലത്തോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മുടെ എരുമേലിയുടെ ജി ശ്രീജിത്ത് ചേരുന്നു വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഈ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ മരിച്ച ചാക്കോയുടെ സംസ്കാരം തൊട്ടു മുമ്പ് പൂർത്തിയായതേ ഉള്ളൂ. അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഈ മാർച്ച്. വനമന്ത്രിയുടെ ഉന്നതതല യോഗം ഇന്ന് ചേരുന്നുണ്ട് 12:30. ഈ നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളതാണ്. പക്ഷേ ആ ഉത്തരവിൽ ഒരുപാട് വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ നിന്നിരുന്നു കളക്ടറുടെ ഉത്തരവിൽ. അപ്പോൾ പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ആവശ്യം എന്താണ്? കൊല്ലണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ നാട്ടുകാർ? തീർച്ചയായും നാട്ടുകാരുടെ ആവശ്യം അത് തന്നെയാണ്. ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളതാണ്. ഇപ്പോൾ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കോൺഗ്രസിന്റെ മാർച്ചാണ് ഇവിടെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയിരിക്കുന്നത്. ഈ മാർച്ച് അല്പസമയത്തിനുള്ളിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ ആന്റണി MP സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം ഇന്നും തുടരുന്നു എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. രാവിലെയായിരുന്നു ചാക്കോയുടെ സംസ്കാര ചടങ്ങുകൾ. ഏതാണ്ട് 1 മണിക്കൂർ മുൻപാണ് ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. കണമല സെന്റ് തോമസ് പള്ളിയിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. കാഞ്ഞിരപ്പള്ളി വികാരി ജനറൽ കുര്യൻ താമരശ്ശേരി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ ചടങ്ങുകൾ. അവർ ചൂണ്ടിക്കാട്ടുന്നത് ഈ വിഷയത്തെ ഒരു രാഷ്ട്രീയ വിഷയമായി കാണാതെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ സർക്കാർ തയ്യാറാകണം. പുതിയ നറേറ്റീവുകൾ സൃഷ്ടിക്കാനാണ് വനം വകുപ്പ് ഇക്കാര്യത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അടക്കമുള്ള ആരോപണങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല, ഇതൊരു വിഷമം, ഈ മേഖലയിലെ ജനങ്ങളുടെ ഒരു വിഷമം എന്ന നിലയിലാണ് സർക്കാർ ഇതിനെ കാണേണ്ടത് എന്നും പറയുന്നു. എന്തായാലും വനം മന്ത്രിക്കെതിരെ അടക്കം രൂക്ഷമായ വിമർശനമാണ് സഭയുടെ ഭാഗത്ത് നിന്ന് അടക്കം ഉണ്ടാകുന്നത്. നിലവിൽ എന്തായാലും ഇവിടെ മാർച്ച് തുടരുകയാണ്. അല്പസമയത്തിനുള്ളിൽ രമേശ് ചെന്നിത്തല മാർച്ച് ഉദ്ഘാടനം ചെയ്യും. സ്വന്തമായി ഒന്നും കൃഷി ചെയ്യാൻ കഴിയും. ശരി ശ്രീജിത്ത്, തുടരുക. അതിൽ ഈ ചാക്കോയുടെ സംസ്കാര സമയത്ത് കാഞ്ഞിരപ്പള്ളി വികാരി ജനറൽ നിർണായകമായിട്ടുള്ള ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. കാട്ടുപോത്ത് ആക്രമണത്തിൽ അമർഷമുണ്ടെങ്കിലും മൃതദേഹം വെച്ച് പ്രതിഷേധിക്കാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. വിഷയം മാറ്റിവിടാനുള്ള സംഘടിത ശ്രമം നടക്കുകയാണെന്നും കാഞ്ഞിരപ്പള്ളി വികാരി ജനറൽ പറഞ്ഞു. സമരത്തിന്റെ രീതിയോ പ്രതികരിച്ച ശൈലിയെ കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത്. പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് സംരക്ഷണം വേണമെന്നുള്ളതാണ്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷണം വേണമെന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. ആ പ്രശ്നം ആരും മാറിപ്പോവാതിരിക്കട്ടെ, വഴിതെറ്റിക്കാതിരിക്കട്ടെ ബോധപൂർവം. അതിന് വേറെ കഥകൾ പറഞ്ഞ് പുതിയ നരേറ്റീവ്സ് കൂട്ടിച്ചേർക്കരുത്. അത് പോത്തിന് നേരത്തെ വെടിയേറ്റുന്നു, അതുകൊണ്ടാണ് വെള്ളം പിടിച്ചത്, വേറെ നരേറ്റീവ് ഉണ്ടാക്കി കഥയുണ്ടാക്കി വിഷയങ്ങളെ മാറ്റരുത്. അതുകൊണ്ട് ഈ പ്രശ്നം തന്നെയാണ് മുന്നിലേക്ക് കൊണ്ടുവരേണ്ടത് ഇന്നും എന്നും. അതിന് കൃത്യമായ ഉത്തരം നൽകി ആ വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കാതെ ഈ ബഹുമാനപ്പെട്ട ചാക്കോ ചേട്ടന്റെയും തോമസ് ചേട്ടന്റെ മരണം വൃഥാവിലാവും. ഇതിനർത്ഥമുണ്ടാവുക. വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു ഇന്നലെ വനം മന്ത്രിയുടെയും KCBCയുടെയും നിലപാടുകൾ ഒരു ഏറ്റുമുട്ടലിലേക്ക് തന്നെ എത്തിയിരുന്നു. പിന്നീട് വനം മന്ത്രി അക്കാര്യത്തിൽ ഒരു തിരുത്തിപ്പറയൽ വരുത്തുകയും ചെയ്തു. എന്താണെങ്കിലും വികാരി ജനറലിന്റെ വാക്കുകൾ അത് ശ്രദ്ധേയമാണ്. ശ്രീജിത്ത്, ഈ സഭയുടെ ഒരു നിലപാടെന്താണ് ഇപ്പോൾ ഈ വിഷയത്തിൽ? എൽദോ, സഭയുടെ നിലപാട് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. അതായത് ഈ വിഷയത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്നാണ് സഭ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് മലയോര കർഷകർ, സഭാവിശ്വാസികളായ നിരവധി കർഷകർ, അതല്ലാതെയുള്ളവരൊക്കെ അധിവസിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. കാലങ്ങളായി പല തരത്തിൽ ഈ കർഷകർ ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ട്. അത് പരിഹരിക്കാനുള്ള, മൃഗങ്ങളുടെ ആക്രമണം, കൃഷിനാശം ഇവയുൾപ്പെടെയുള്ള പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന് കത്തോലിക്ക സഭ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. എന്തായാലും അവര് ഈ പ്രാദേശികമായി മേഖലയിലടക്കം വലിയ സമരങ്ങൾക്കുള്ള ആസൂത്രണമൊക്കെ നടത്തി വരുന്നുണ്ട്. നിലവിൽ എന്തായാലും ഇപ്പോൾ ഇവിടെ റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് രമേശ് ചെന്നിത്തലയാണ്. അത് അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. നിലവിൽ ആന്റണി MP ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടരുക. നമുക്ക് രമേശ് ചെന്നിത്തലയുടെ വാക്കുകളിലേക്ക് കൂടി പോയിട്ട് വരാം. വനം മന്ത്രിക്ക് മൈക്കോടി വെക്കണമെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. മന്ത്രിക്ക് സ്ഥലകാല ബോധമില്ലാതായി, മനുഷ്യർ മരിച്ചു വീഴുമ്പോൾ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടതെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. നമ്മുടെ വനം വകുപ്പ് മന്ത്രിക്കാണ് ഇപ്പൊ സ്ഥലകാല വിഭ്രാന്തി ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം എന്താ പറയുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലാവുന്നില്ല. കാട്ടുപോത്തിനല്ല, വനം മന്ത്രിക്ക് മയക്കുപടി വെക്കണം. അദ്ദേഹം പറയുന്നത് എന്താ അദ്ദേഹത്തിന് തന്നെ മനസ്സിലാവുന്നില്ല. എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയൊക്കെ കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു ജനകീയ മന്ത്രി ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്?
2-3 ആളുകൾ കാട്ടുപോത്തിന്റെ അക്രമത്തിൽ മരിക്കുമ്പോൾ ഒരു മന്ത്രി ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? വളരെ പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. അതിരൂക്ഷമാണ് ശ്രീജിത്ത് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. വനം മന്ത്രിക്കാണ് മയക്കുവെടി വെക്കേണ്ടത്, കാട്ടുപോത്തിനല്ല. ഒരു മന്ത്രിക്ക് ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് എന്നെല്ലാം. എന്താണെങ്കിലും ഈ റേഞ്ച് ഓഫീസ് മാർച്ച് അത് തുടങ്ങിയോ? രമേശ് ചെന്നിത്തല എപ്പോൾ എത്തിച്ചേരും? മറ്റ് സമരസമിതി അംഗങ്ങളൊക്കെ ഈ കോൺഗ്രസ് മാർച്ചിനോട് പങ്കുചേരുന്നുണ്ടോ? നിലവിൽ ഏതാണ്ട് 100ഓളം കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ മാർച്ചിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ മാർച്ച് എരുമേലി റേഞ്ച് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരാണ് കാര്യമായും ഈ മാർച്ചിൽ പങ്കെടുക്കുന്നത്. മറ്റ് സമരസമിതി നേതാക്കളൊക്കെ ഇത് തീരുന്നതിന് മുന്നോടിയായി ചിലപ്പോൾ എത്തിയേക്കുമെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും നിലവിൽ അങ്ങനെ നേതാക്കൾ ആരും ഇല്ല. നിലവിൽ കോൺഗ്രസിന്റെ ഒരു മാർച്ച് എന്ന നിലയിൽ ഇത് പുരോഗമിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസമൊക്കെ വലിയ ജനരോഷമാണ് കണമലയിൽ ഉണ്ടായത്. ഇപ്പോഴും ഇന്നാണെങ്കിലും ഈ മൃതദേഹം വെച്ചുകൊണ്ട് ഒരു സമരത്തിനില്ല എന്ന് പള്ളി വികാരി പറയുന്ന സാഹചര്യം രാവിലെ വീട്ടിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഉണ്ടായിരുന്നു. എന്തായാലും അത് തന്നെ ഇന്ന് കാര്യമായ അനിഷ്ട സംഭവങ്ങളോ അല്ലെങ്കിൽ കാര്യമായ പ്രതിഷേധങ്ങളോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പ്രകടനങ്ങളിലേക്ക് പ്രതിഷേധം ഉള്ളിലുണ്ട് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ സമരം ഇവിടെ പുരോഗമിക്കുകയാണ്. ശരി, ജി ശ്രീജിത്താണ് വിശദമായിട്ടുള്ള വിവരങ്ങൾ നൽകിയത്. ഇക്കാര്യത്തിൽ റേഞ്ച് ഓഫീസ് മാർച്ചിലേക്കുള്ള ഒരു മാർച്ച് തയ്യാറെടുക്കുകയാണ്, അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. മറ്റൊരു വാർത്തയിലേക്ക്. ഇതുമായി ബന്ധപ്പെട്ട കൊല്ലം ആയൂരിൽ പരിഭ്രാന്തി പരത്തിയ കാട്ടുപോത്ത് കാടുകയറി. കോട്ടുക്കൽ ഭാഗത്തു നിന്നാണ് കാട്ടുപോത്ത് വനമേഖലയിലേക്ക് കയറിയത്. കൊമ്പ് ഇങ്ങനെ ഇരിക്കുന്നു, ഇവിടെ മുതുവെല്ലാം കൂടെ ഒരു ഇത്രയുണ്ട്, ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നു. ഭീകര ജീവി കണ്ട ഒരു ആനരത്രയുണ്ട്, പേടിച്ചു പോയി സാറേ. നേരം വെളുത്ത് 3 മണി മുതൽ ഈ പോത്തിന്റെ പറക്കം നടക്കുകയാണ്. ഒരു 7-10 കിലോമീറ്റർ ചുറ്റളവിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പൊ എന്താ വന്ന് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത്, എന്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്. ഈ നിൽക്കുന്ന സ്ഥലത്ത് ഒരു കുട്ടിയും തള്ളയെല്ലാം കൂടെ തുണി വിരിച്ചുകൊണ്ട് വെക്കുകയത്, കൊച്ചു കുട്ടികളെ. അവരെ അടുത്തുകൂടെയാണ് ഓടിക്കൊണ്ട് വന്നത്. അങ്ങനെ വീട്ടിൽ കിടന്ന് വിളിച്ചു പോയപ്പോഴാണ് ഞാനിങ്ങനെ ഇറങ്ങി വന്നത്. ഇവിടെ വന്നിങ്ങനെ പോത്ത് ഈ കലങ്ങിന്റെ കീഴിൽ കയറി. ഈ കലങ്ങിന്റെ കീഴിൽ കയറിയപ്പോൾ 2 പേരാണുള്ളത്. ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരിൽ പാവപ്പെട്ട 2 പേര്. അവരാണ് ഞാൻ വെളുപ്പാങ്കാലം പോലെ അവരെ കാണുന്നത്. ഈ പോത്തിലൂടെ പിറക്കേക്ക് നടക്കുന്നത്, ബാക്കിയുള്ളവരെ ആരെയും കാണുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഈ കലങ്ങിന്റെ അടി വന്ന് റെസ്റ്റ് എടുത്ത് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ പോത്ത് പിന്നെ മയക്കുവെടി വെക്കുന്ന ഒരു കല്യാണത്തിലോട്ട് പോയെന്ന്. കല്യാണത്തിൽ പോകേണ്ട കാര്യം എന്തുവാ? എന്നിട്ട് 1/2 മണിക്കൂർ പോത്തോടെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് ലാസ്റ്റ് അടുത്തൊരു വീട്ടിൽ കത്തിരാവുന്ന സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് അത് ഇവിടുന്ന് പതുക്കെ ഇറങ്ങി താഴോട്ട് ഓടി. അങ്ങനെ ഞങ്ങളിത് പിറകെ പോയി ഇവിടുന്ന് 2-3 കിലോമീറ്റർ അയൽ കഴിഞ്ഞു നേരെ ഫിൽഗിരിലേക്ക് കയറി പോയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്കാണ് ഫോറസ്റ്റുകാർ അവിടെ വണ്ടിക്കകത്താണ് വരുന്നത്, കുറച്ച് സ്ത്രീകളും വനിതാ ഉദ്യോഗസ്ഥരും അവരുമായിട്ട്. എന്നിട്ട് അവർ പറയാം, നാട്ടുകാർ സഹകരിച്ചില്ലെങ്കിൽ ഇതിങ്ങനെയാണ് അങ്ങനെയാണ്. നാട്ടുകാരെ കുറ്റപ്പെട്ട് കാര്യമുണ്ടോ? പോത്ത് ഭീതി പരത്തുന്ന പോത്തിനെ കാണുമ്പോൾ ആൾക്കാർ ഓടില്ലേ? കൂട്ടം തെറ്റി വന്നതായിട്ടാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നാട്ടിലിറങ്ങിയപ്പോൾ പൊതുജനങ്ങളുടെ ഒരു ഇടപെടൽ കൊണ്ട് ഇതിനൊരു പേടിയൊക്കെ സംഭവിച്ച് ഇതായി പോയതാണ്. അപ്പോൾ എന്തായാലും സുരക്ഷിതമായിട്ട് തിരിച്ച് കയറിയിട്ടുണ്ട്. മറ്റ് കൂടുതൽ അപകടങ്ങളൊന്നും ഉണ്ടാകാതിരുന്നത് വളരെ ഭാഗ്യമായിട്ടുണ്ട്. കൂടുതൽ അപകടങ്ങളും സംഭവിക്കാതെ ആയൂരിലെ ആ കാട്ടുപോത്ത് കാട് കയറി എന്നുള്ളത് ആശ്വസിക്കാം. ഇനി വന്യജീവികൾ കാടിറങ്ങുന്ന വിഷയം ചർച്ച ചെയ്യാൻ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. വനമന്ത്രി ഉച്ചയ്ക്ക് 12:30 യോഗം ആരംഭിക്കുമെന്നുള്ളതാണ് നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. അരിക്കൊമ്പൻ വീണ്ടും കേരളത്തിൽ. നേരത്തെ ഇറക്കിവിട്ട സ്ഥലത്തിന് സമീപമാണ് അരിക്കൊമ്പൻ എത്തിയത്. കഴിഞ്ഞ 3 ദിവസമായി അരിക്കൊമ്പൻ മുല്ലക്കുടിയിലാണെന്ന് തേക്കടി ഫോറസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ സുയോഗ് പാട്ടീൽ പറഞ്ഞു. അരിക്കൊമ്പൻ തമിഴ്നാട്ടിൽ അക്രമം നടത്തിയെന്ന വാർത്തകൾ തെറ്റാണെന്നും ആന സുരക്ഷിതനാണെന്നും വനം വകുപ്പ് വ്യക്തമാക്കുന്നു. അരിക്കൊമ്പൻ എവിടെയെന്ന ചോദ്യം കുറേ കാലമായി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, മലയാളികൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് മേഘമല എത്തി അവിടെ ചില അക്രമങ്ങൾ നടത്തി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ അരിക്കൊമ്പനെ ചുമതലയുള്ള പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ സുയോഗ് പാട്ടീൽ എന്നോടൊപ്പം ചേരുന്നുണ്ട്. സാർ, വീണ്ടും അത് കേരളത്തിലെത്തി എന്നുള്ള വിവരങ്ങളുണ്ട് അല്ലേ? യെസ്, അത് കേരളത്തിൽ തന്നെയാണ്. നമ്മുടെ ആവശ്യമുള്ള അനുകൂലമായ സ്ഥലത്ത് ഇപ്പം നിലവിൽ അരിക്കൊമ്പനുണ്ട്. അതായത് ആദ്യം നമ്മൾ ഇറക്കി വിട്ടതിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. യെസ്, അതെ, അടുത്താണ്. അതെ, എക്സ്പെക്റ്റഡ് ഡയറക്ഷൻ, എക്സ്പെക്റ്റഡ് പോയിന്റിലാണ് ഇപ്പോൾ. ഒരുപാട് അവിടെ പുല്ലുമുണ്ട്, വെള്ളമുണ്ട്, ഒരുപാട് ആനകളുണ്ട് അവിടെ. അത് ആനകൾക്ക് ഒരു അനുകൂലമായ സ്ഥലങ്ങൾ ഇപ്പോൾ ആന ഉണ്ട് നമ്മുടെ. അത് എത്ര ദിവസമായി സാർ? പെട്ടെന്ന് ഒരു ദിവസം വന്നതേ ഉള്ളൂ, അതോ അവിടെ തന്നെ തുടരുന്നു? അത് പതുക്കെ വരുന്നുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ ഈ നിലവിൽ അത് ഒരു സ്ഥലം പരിചയം ചെയ്യാൻ വേണ്ടി ശരിക്കും ആന അവിടെ ഈ ഏരിയയിൽ പതുക്കെ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ 2-3 ദിവസം മുമ്പ് നമ്മുടെ സ്ഥലത്തിലാണ്. പക്ഷേ അത് മാത്രമല്ല, നേരത്തെ തന്നെ നമ്മുടെ സ്ഥലത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ചില സമയത്ത് അവിടെ പോയി, ചില സമയത്ത് ഇവിടെ പോയി. കാരണം മൊത്തം സെയിം ഏരിയയാണ്. ഒരു അതിർത്തി മാത്രം ഇവിടെ ഉണ്ട്. പക്ഷേ ശരിക്കും അത് മൊത്തം സെയിം ഏരിയയാണ്. അതുകൊണ്ടാണ് ഈ പരിചയം ചെയ്യാൻ വേണ്ടി ശരിക്കും
അവിടെ ഇവിടെ പോകുന്നുണ്ട്. ഇവിടെ പരിചയമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഈ സ്ഥലത്ത് തന്നെ തുടരും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടോ? അതെ 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 യെസ്. ഈ അറ്റാക്ക് ഉണ്ടായി എന്നൊക്കെ ഉള്ളത് പലപ്പോഴും കേൾക്കുന്നുണ്ട്. അങ്ങനെ കാര്യമായ ഒരു അറ്റാക്ക് അങ്ങനെയല്ല, ശരിയല്ല. കാരണം അറ്റാക്ക് ഒന്നുമില്ല. ചില സമയത്ത് ഈ പോകുമ്പോൾ ചില സമയത്ത് ഡാമേജ് ആവാൻ സാധ്യത ഉണ്ട്. പക്ഷേ അത് മനഃപൂർവ്വം അറ്റാക്ക് ഒന്നുമില്ല, ചാർജിങ് ഒന്നുമില്ല. അല്ല, അത് ഒരു കാം ഫൈറ്റാണ്. അരിക്കൊമ്പൻ കേരളത്തിൻ്റെ തന്നെ തുടരുമെന്ന് പ്രതീക്ഷിക്കുക അല്ലേ? പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് അപേക്ഷിക്കുന്നുണ്ട്. എന്തായാലും അത് തന്നെയാണ് അരിക്കൊമ്പൻ ആരാധകർക്ക് അത്തരത്തിൽ ആശ്വാസകരമായെന്ന് തന്നെയാണ്. അരിക്കൊമ്പൻ കേരളത്തിൽ തന്നെ ഈ പെരിയാർ ടൈഗർ റിസർവിൽ അവരുദ്ദേശിച്ച സ്ഥലത്ത് തന്നെ വിട്ട സ്ഥലത്തിനോട് ചേർന്ന് തന്നെ ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായി തുടരുകയാണ്. ധനേഷ് കെപിക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 തേക്കടി. ശരി, എന്താണെങ്കിലും ഈ വന്യജീവികൾ കാടിറങ്ങുന്ന സാഹചര്യം അത് ഈ വനംവകുപ്പിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഒരുപാട് വിമർശനങ്ങൾ, ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ്. വനമന്ത്രി 12:30-ക്ക് യോഗം ആരംഭിക്കും. അല്പസമയത്തിന് തന്നെ യോഗം ആരംഭിക്കും. വി അരുണാണ് വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, ആരൊക്കെ ഈ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്? ഈ യോഗത്തിന്റെ പ്രധാന അജണ്ട അതെന്തൊക്കെയാണ്? സംസ്ഥാനത്ത് വന്യമൃഗങ്ങൾ ഇത്തരത്തിൽ ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ നാട്ടിലേക്ക് ഇറങ്ങുന്ന പ്രശ്നങ്ങൾ കൂടി വരികയാണ്. അത്തരം സംഘർഷങ്ങൾ കൂടി വരികയാണ്. വലിയ രാഷ്ട്രീയവാദമായി കൂടി ഇത് മാറുന്നു. ഇന്നലെ തന്നെ KCBC രൂക്ഷ വിമർശനമാണ് വനമന്ത്രിക്കെതിരെ നടത്തിയത്. നിരന്തരം ഇത്തരം സംഭവം ഉണ്ടാകുന്നു, മരണങ്ങൾ പോലും സംഭവിക്കുന്നു. നേരത്തെ കൃഷിനാശമൊക്കെ ആയിരുന്നു പരമാവധി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പക്ഷെ ഇപ്പോൾ നിരന്തരം മരണങ്ങൾ ഉൾപ്പെടെ സംഭവിക്കുന്ന വിഷയമുണ്ട്. ഈ സാഹചര്യത്തിലാണ് നിർണായക യോഗം വനം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരത്തിന് അപ്പുറത്തേക്ക് ഒരു ശാശ്വത പരിഹാരം എന്ത് എന്നൊരു ചർച്ചയാകും യോഗത്തിലുണ്ടാവുക. ശരി, വി അരുണാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അല്പസമയത്തിനകം തന്നെ വനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും ഈ പ്രത്യേക സാഹചര്യത്തിൽ. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ശരിക്കും ആന ഇവിടെ ഈ ഏരിയയിൽ പതുക്കെ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ 2-3 ദിവസം മുമ്പ് നമ്മുടെ സ്ഥലത്തിലാണ്. പക്ഷേ അത് മാത്രമല്ല, നേരത്തെ തന്നെ നമ്മുടെ സ്ഥലത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ചില സമയത്ത് അവിടെ പോയി, ചില സമയത്ത് ഇവിടെ പോയി. കാരണം മൊത്തം സെയിം ഏരിയയാണ്. ഒരു അതിർത്തി മാത്രം ഇവിടെ ഉണ്ട്. പക്ഷേ ശരിക്കും അത് മൊത്തം സെയിം ഏരിയയാണ്. അതുകൊണ്ടാണ് ഈ പരിചയം ചെയ്യാൻ വേണ്ടി ശരിക്കും ഇവിടെ പോകുന്നുണ്ട്. ഇവിടെ പരിചയമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഈ സ്ഥലത്ത് തന്നെ തുടരും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടോ? അതെ 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 യെസ്. ഈ അറ്റാക്ക് ഉണ്ടായി എന്നൊക്കെ ഉള്ളത് പലപ്പോഴും കേൾക്കുന്നുണ്ട്. അങ്ങനെ കാര്യമായ ഒരു അറ്റാക്ക് അങ്ങനെയല്ല, ശരിയല്ല. കാരണം അറ്റാക്ക് ഒന്നുമില്ല. ചില സമയത്ത് ഈ പോകുമ്പോൾ ചില സമയത്ത് ഡാമേജ് ആവാൻ സാധ്യത ഉണ്ട്. പക്ഷേ അത് മനഃപൂർവ്വം അറ്റാക്ക് ഒന്നുമില്ല, ചാർജിങ് ഒന്നുമില്ല. അല്ല, അത് ഒരു കാം ഫൈറ്റാണ്. അരിക്കൊമ്പൻ കേരളത്തിൻ്റെ തന്നെ തുടരുമെന്ന് പ്രതീക്ഷിക്കുക അല്ലേ? പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് അപേക്ഷിക്കുന്നുണ്ട്. എന്തായാലും അത് തന്നെയാണ് അരിക്കൊമ്പൻ ആരാധകർക്ക് അത്തരത്തിൽ ആശ്വാസകരമായെന്ന് തന്നെയാണ്. അരിക്കൊമ്പൻ കേരളത്തിൽ തന്നെ ഈ പെരിയാർ ടൈഗർ റിസർവിൽ അവരുദ്ദേശിച്ച സ്ഥലത്ത് തന്നെ വിട്ട സ്ഥലത്തിനോട് ചേർന്ന് തന്നെ ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായി തുടരുകയാണ്. ധനേഷ് കെപിക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 തേക്കടി. അരിക്കൊമ്പൻ വീണ്ടും കേരള അതിർത്തിയിലുണ്ട്. നേരത്തെ ഇറക്കിവിട്ട സ്ഥലത്തിന് സമീപമാണ് അരിക്കൊമ്പൻ എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി അരിക്കൊമ്പൻ മുല്ലക്കുടിയിലാണെന്നാണ് തേക്കടി ഫോറസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ സുയോഗ് പാട്ടീൽ പറയുന്നത്. അരിക്കൊമ്പൻ തമിഴ്നാട്ടിൽ ആക്രമണം നടത്തിയെന്ന വാർത്തകൾ തെറ്റാണെന്നും ആന സുരക്ഷിതനാണെന്നുമാണ് വനം വകുപ്പ് പറയുന്നത്. ആ റിപ്പോർട്ട് കണ്ട് വീണ്ടും ശ്രീജിത്തിലേക്ക് മടങ്ങി വരാം. അരിക്കൊമ്പൻ എവിടെയെന്ന ചോദ്യം കുറേ കാലമായി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, മലയാളികൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് മേഘമല എത്തി അവിടെ ചില അക്രമങ്ങൾ നടത്തി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ അരിക്കൊമ്പനെ ചുമതലയുള്ള പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ സുയോഗ് പാട്ടീൽ എന്നോടൊപ്പം ചേരുന്നുണ്ട്. സാർ, വീണ്ടും അത് കേരളത്തിലെത്തി എന്നുള്ള വിവരങ്ങളുണ്ട് അല്ലേ? യെസ്, അത് കേരളത്തിൽ തന്നെയാണ്. ഇവിടെ ആവശ്യമുള്ള അനുകൂലമായ സ്ഥലത്ത് ഇപ്പം നിലവിൽ അരിക്കൊമ്പൻ ഉണ്ട്. അതായത് ആദ്യം നമ്മൾ ഇറക്കി വിട്ടതിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. യെസ്, അതെ, അടുത്താണ്. അത് എക്സ്പെക്റ്റഡ് ഡയറക്ഷൻ, എക്സ്പെക്റ്റഡ് പോയിന്റിലാണ്. ഇപ്പോൾ ഒരുപാട് അവിടെ പുല്ലുമുണ്ട്, വെള്ളമുണ്ട്, ഒരുപാട് ആനകളുണ്ട് അവിടെ. അത് ആനകൾക്ക് ഒരു അനുകൂലമായ സ്ഥലങ്ങൾ ഇപ്പോൾ ഉണ്ട് അവിടെ. അത് എത്ര ദിവസമായി സാർ? പെട്ടെന്ന് ഒരു ദിവസം വന്നതേ ഉള്ളൂ, അതോ അവിടെ തന്നെ തുടരുന്നുണ്ട്? അത് പതുക്കെ വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ നിലവിൽ അത് ഒരു സ്ഥലം പരിചയം ചെയ്യാൻ വേണ്ടി ശരിക്കും ഇവിടെ ഈ ഏരിയയിൽ പതുക്കെ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ 2-3 ദിവസം മുമ്പ് നമ്മുടെ സ്ഥലത്തിലാണ്. പക്ഷേ അത് മാത്രമല്ല, നേരത്തെ തന്നെ നമ്മുടെ സ്ഥലത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ചില സമയത്ത് അവിടെ പോയി, ചില സമയത്ത് ഇവിടെ പോയി. കാരണം മൊത്തം സെയിം ഏരിയയാണ്. ഒരു അതിർത്തി മാത്രം ഇവിടെ ഉണ്ട്. പക്ഷേ ശരിക്കും അത് മൊത്തം സെയിം ഏരിയയാണ്.
അതുകൊണ്ടാണ് ഈ പരിചയം ചെയ്യാൻ വേണ്ടി ശരിക്കും ഇവിടെ പോകുന്നുണ്ട്. ഇവിടെ പരിചയമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഈ സ്ഥലത്ത് തന്നെ തുടരും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടോ? അതെ 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 അതെ. യെസ്. ഈ അറ്റാക്ക് ഉണ്ടായി എന്നൊക്കെ ഉള്ളത് പലപ്പോഴും കേൾക്കുന്നുണ്ട്. അങ്ങനെ കാര്യമായ ഒരു അറ്റാക്ക് അങ്ങനെയല്ല, ശരിയല്ല. കാരണം അറ്റാക്ക് ഒന്നുമില്ല. ചില സമയത്ത് ന്യൂസ് റൂമിലേക്ക് വീണ്ടും. കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെലക്ഷൻ ട്രയൽസ് തടഞ്ഞ് MLA PV ശ്രീനിജൻ. പനമ്പള്ളി നഗർ ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ ഗേറ്റ് MLA പൂട്ടി. കുട്ടികൾ മണിക്കൂറുകളോളം ഗ്രൗണ്ടിന് പുറത്ത് കാത്തുനിന്നത് വലിയ പ്രതിഷേധത്തിനിടയാക്കി. ഇതിന് പിന്നാലെ പൂട്ടിയ ഗേറ്റ് തുറക്കാൻ MLA നിർദ്ദേശം നൽകുകയും ചെയ്തു. MLAക്കെതിരെ കുട്ടികളും രക്ഷിതാക്കളും രംഗത്തെത്തി. ബ്ലാസ്റ്റേഴ്സ് 8 മാസത്തെ വാടക കുടിശ്ശിക നൽകാനുണ്ടെന്നും സെലക്ഷൻ ട്രയൽസിന് മുൻകൂർ അനുമതി വാങ്ങിയിട്ടില്ല എന്നുമാണ് ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ അധ്യക്ഷൻ കൂടിയായ MLA PV ശ്രീനിജൻ പറഞ്ഞത്. സത്യത്തിൽ അതൊരു നിർഭാഗ്യകരമായ സംഭവമാണ്. അതിൽ ഞങ്ങളും ഈ വിഷയം അറിയുന്നത് കുട്ടികൾ അവിടെ വന്ന് കാത്തു നിൽക്കുമ്പോഴാണ്. ഒരു അനുമതി അവര് ബ്ലാസ്റ്റേഴ്സ് ഞങ്ങൾക്ക് കത്ത് വരികയോ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൽ നിന്ന് ഒരു നിർദ്ദേശം വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ 8 മാസത്തെ കുടിശ്ശിക തരാനുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അല്ല, അത്തരത്തിൽ ഇത് കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലുള്ള ഒരു ഗ്രൗണ്ട് അനുമതി വാങ്ങിക്കാതെ നാളെ അവിടെ എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം ആര് പറയും? എത്രയോ കത്ത് ഇതിനു മുമ്പ് അവർ തന്നിരിക്കുന്നു. കുട്ടികളുടെ ഒരു സമീപനം ഓർത്ത് ഞാൻ തുറന്നു കൊടുക്കാൻ പറയാം. പക്ഷെ ഈ കുടിശ്ശിക കിട്ടാനുള്ള കാര്യം കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സ്ഥിരം ഏർപ്പാട്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഉണ്ടായി, ചാനലിൽ വന്നു, ചാനലിൽ നിരവധി ആളുകൾ വിളിച്ചു, നമ്മൾ തുറന്നു കൊടുത്തു. 8 മാസത്തെ വാടക സർക്കാരിന് കിട്ടാനുള്ള പൈസ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരം നടപടികൾ എടുക്കുന്നത്. പക്ഷെ അതിലൊന്നും അവര് ചെയ്യില്ലെന്നുള്ളൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതാണല്ലോ വലിയ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ സ്പോർട്സ് കൗൺസിൽ ജില്ലാ കൗൺസിലിനെതിരെ ഉയർന്നത്. ഒപ്പം MLA കൂടിയായിട്ടുള്ള PV ശ്രീനിജനാണ് ഇതിന്റെ അധ്യക്ഷൻ എന്നുള്ള ശ്രദ്ധേയം. പക്ഷേ MLAയെ പാടെ തള്ളിക്കളയുകയായിരുന്നു സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ U ഷറഫ് അലി. അങ്ങനെ ഒരു വാടക കുടിശ്ശിക ഇല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നൽകി തീർക്കാനില്ല എന്നും ഒപ്പം തന്നെ ഈ പ്രശ്നങ്ങൾ അത് കുടിശ്ശികയുടെ പേരിലല്ല എന്നുമാണ് U ഷറഫ് അലിയുടെ വാക്ക്. കേരള ബ്ലാസ്റ്റേഴ്സും കേരള സ്പോർട്സ് കൗൺസിലുമായിട്ട് ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ കരാറാണ്. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഡിയം ഉപയോഗിക്കാനുള്ള അവകാശം ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞ ഏപ്രിൽ മാസം വരെയുള്ള കുടിശ്ശിക ബ്ലാസ്റ്റേഴ്സ് കേരള സ്പോർട്സ് കൗൺസിൽ ഒടുക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അനുമതിയും കൊടുത്തിട്ടുണ്ട്. MLA വീണ്ടും ആവർത്തിക്കുകയാണ്, കുടിശ്ശിക ഉണ്ടെന്ന കാര്യം MLA വീണ്ടും ആവർത്തിക്കുകയാണ്. അല്ല, അവിടെ ജില്ലാ സ്പോർട്സ് കൗൺസിലിന് എന്തെങ്കിലും കുടിശ്ശിക ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം എന്ത് കുടിശ്ശികയാണ് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലും ബ്ലാസ്റ്റേഴ്സും ഉണ്ടാക്കിയ കരാറിൽ യാതൊരു കുടിശ്ശികയില്ല. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ജില്ലാ സ്പോർട്സ് കൗൺസിലിന് രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തടയാനുള്ള അവകാശം ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഇല്ല എന്ന അഭിപ്രായക്കാരൻ തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ സെലക്ഷൻ ട്രയൽസ് വിഷയത്തിൽ പ്രതിഷേധവുമായി ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. അല്പസമയത്തിനുള്ളിൽ യുവമോർച്ചയും പ്രതിഷേധ മാർച്ച് നടത്തും. ഡാനി പോളാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഡാനി, വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു, പ്രത്യേകിച്ചും ഈ PV ശ്രീനിജൻ MLA ജില്ലാ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ നടപടിയിൽ. എന്താണെങ്കിലും ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു തോന്നുന്നു നേരത്തെ തന്നെ. ഇത്ര 7 ദിവസത്തിനുള്ളിൽ ഈ വാടക കുടിശ്ശിക തീർത്ത് നൽകണമെന്നുള്ള കാര്യത്തിൽ സ്പോർട്സ് കൗൺസിലിൻ്റേത്. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് പറയുന്നു, ഒപ്പം സ്പോർട്സ് കൗൺസിൽ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു അങ്ങനെ ഒരു കുടിശ്ശിക ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷനുണ്ട്. കേവലം ഈഗോയുടെ പ്രശ്നം കൊണ്ടാണോ ഈ തർക്കവും ഈ ഗേറ്റ് പൂട്ടലും ഇത്തരം ഒരു പ്രതിഷേധത്തിനുള്ള കാരണവും ഒക്കെ ഉണ്ടായത്? എൽദോ അത് തന്നെയാണ് കാരണം. ഇതല്ലാതെ മറ്റു കാരണങ്ങളൊന്നും നിലവിൽ കാണുന്നില്ല. തീർത്തും ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ എവിടെയോ രൂപപ്പെട്ട ഒരു ഈഗോ, ആ രീതിയിൽ തന്നെ ഇതിനെ വിലയിരുത്തേണ്ടി വരും. കാരണം ഇതിൻ്റെ വാടക കുടിശ്ശിക അടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായും തന്നെ ഏപ്രിൽ വരെ അതിൻ്റെ വാടക തീർത്തതായിട്ട് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പറയുമ്പോൾ അങ്ങനെയൊന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ വാദം പറയുന്നത്. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് തന്നെ പറയുന്നത് എന്തുകൊണ്ട് ഇതിങ്ങനെ ജില്ല ഉന്നയിക്കുന്നു എന്നറിയില്ല, അവരോട് തന്നെ ചോദിക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ നമ്മൾക്ക് ഇവരുടെ ഒരു സംഭാഷണങ്ങൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇതിൽ തമ്മിൽ ആർക്കിടയിലാണ് ഇത്തരം ഒരു പടലപ്പിണക്കങ്ങൾ ഉണ്ടായത്, അത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായി വരികയാണ്. പക്ഷേ ഇതിനിടയിൽ ഈ കുട്ടികളുടെ ഒരു അവസ്ഥയാണ്. ഏതാണ്ട് 3 മണിക്കൂറോളം അവർ ആ ഗേറ്റിന് മുന്നിൽ കാത്തിരുന്നു. അവർ ആ ഫുട്ബോളിനെ അതിഭ്രാന്തമായി സ്നേഹിക്കുന്ന കുട്ടികൾ, വളരെ അവരുടെ മാതാപിതാക്കൾ, ഇവരെല്ലാവരും തന്നെ കാത്തുനിന്നു, 3 മണിക്കൂറോളം കാത്തുനിന്നു.
അവരെ രാവിലെ അവർ ഭക്ഷണം പോലും കഴിക്കാതെ അവിടെ എത്തി. ഇതെല്ലാം കഴിഞ്ഞ് അതിനുശേഷമാണ് 10 മണിയോടുകൂടിയാണ് ട്രയൽസിന് വേണ്ടിയുള്ള അനുമതി ആകുന്നത്, ഗേറ്റുകൾ തുറക്കുന്നത്. നല്ല വെയിലത്തേക്ക് ആ കുട്ടികൾക്ക് ഇറങ്ങേണ്ടി വരുന്നു. ട്രയൽസ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എന്തായാലും ഇത്തരം നടപടികൾ ആരുടെ ഭാഗത്തു നിന്നുണ്ട് ഇതെല്ലാം പരിശോധിക്കേണ്ടതാണ്. എന്തുകൊണ്ട് ഈ നമ്മുടെ ഒരു വരുന്ന തലമുറ അതിൻ്റെ ഒരു കായിക താരങ്ങൾക്കെല്ലാം ഇങ്ങനെയൊരു ദുരവസ്ഥ, ആരുടെയൊക്കെ ഈഗോയിൽ പെട്ടുപോകുന്നൊരവസ്ഥ നേരിടേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്നത് ഇനിയും അത് ചിന്തിക്കണം, പരിശോധിക്കേണ്ടതുണ്ട്. അപ്പം ഇപ്പോൾ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിന് മുന്നിലാണ് നമ്മളുള്ളത്. നേരത്തെ ഇവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായിരുന്നു, മറ്റ് യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധവും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധങ്ങളിലേക്ക് ഈ സംഭവങ്ങൾ മാറിയിട്ടുണ്ട് എന്നൊരു കാര്യം വ്യക്തമാണ്. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതെ നോക്കണം എന്നതോടൊപ്പം തന്നെയാണ് പൊതുസമൂഹത്തിൻ്റെ പ്രതിഷേധവും ഈ വിഷയത്തിൽ വളരെ ശക്തമാവുകയാണ്. ശരി, ഈ ട്രയൽസ് എങ്ങനെ പുരോഗമിക്കുന്നു ഡാനി? അത് കൃത്യസമയത്ത് തുടങ്ങാൻ കഴിഞ്ഞില്ല. ഈ 11 മണിയായപ്പോഴേക്കുമാണ് ട്രയൽസ് ആരംഭിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ട്രയൽസ് അത് പൂർത്തിയായോ? ട്രയൽസ് ഏതാണ്ട് അതിൻ്റെ ഒരു അന്തിമഘട്ടത്തിലേക്ക് എത്തുകയാണ്. കാരണം വൈകിയാണ് തുടങ്ങിയത്. ഏതാണ്ട് 100ഓളം കുട്ടികളുണ്ട്. അവർ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം ആദ്യ റൗണ്ട് ട്രയൽസ് കുട്ടികളുടെ നടന്നു, ആദ്യ ബാച്ചിൻ്റെ നടന്നു. ഇനിയും കുട്ടികൾ അവശേഷിക്കുന്നു. കൂടുതൽ പേർ ആ സമയത്ത് ഇത് തുറക്കില്ല എന്ന് മനസ്സിലാക്കി അങ്ങനെ പോയവരുണ്ട്. പക്ഷേ ഇത് തുറന്നു എന്ന് മനസ്സിലാക്കി തിരിച്ചു വരുന്നവർ, ഇത് ഒരു ആശയക്കുഴപ്പത്തിൻ്റെ ഒരു ഇടമായി അതെല്ലാം തന്നെ മാറിയിരുന്നു. അപ്പോൾ ട്രയൽസ് പുരോഗമിക്കുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽസ് എല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായി ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല. അവിടെ എത്തിയ ആരും തന്നെയും ഇത് പ്രതികരിക്കുന്നുമില്ല. എന്തായാലും ട്രയൽസ് പുരോഗമിക്കുന്നുണ്ട്. അവരുടെ നടപടികളുമായി ബ്ലാസ്റ്റേഴ്സിൻ്റെ നടപടികൾ, കുട്ടികൾക്ക് ഇതിൽ ഫുട്ബോൾ കോച്ചിങ് നൽകുക, അവരെ മാറ്റിയെടുക്കുക, ഫുട്ബോൾ താരങ്ങളാക്കി മാറ്റുക, തങ്ങളുടെ ഉത്തരവാദിത്വം അതാണ്. തങ്ങൾ അതിലേക്ക് മാത്രമാണ് ശ്രദ്ധിക്കുന്നതെന്നാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികൃതർ അനൗദ്യോഗികമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ പറയുകയും ചെയ്യുന്നത്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. എന്താണെങ്കിലും ഇതിനു മുമ്പും സമാനമായിട്ടൊരു സാഹചര്യം ഈ കേരള ബ്ലാസ്റ്റേഴ്സും സ്പോർട്സ് കൗൺസിലും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് രസകരം. നാളുകൾക്ക് മുമ്പ് ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ വുക്കാമനോവിച്ച് ആ സ്റ്റേഡിയത്തിൽ പരിശീലനത്തിലെത്തിയപ്പോൾ ഈ ഗേറ്റ് പൂട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ടായി. അതേ തുടർന്ന് ഈ കോച്ചിങ് സ്റ്റാഫ് ആ ഗേറ്റ് തുറക്കുന്ന സാഹചര്യവും നേരത്തെ അറിഞ്ഞിരുന്നു. എന്താണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സും സ്പോർട്സ് കൗൺസിൽ ജില്ലാ നേതൃത്വവും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ അത് തുടരുകയാണ്. ഇന്നത് വീണ്ടും മറ്റൊരു തലത്തിലേക്ക് ഉയരുന്നു, മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സെലക്ഷൻ ട്രയൽസ്, അത് അണ്ടർ 17 വിഭാഗത്തിൻ്റെ സെലക്ഷൻ ട്രയൽസ് ആയിരുന്നു. 100 കണക്കിന് കുട്ടികളെത്തിയിരുന്നു. അത് കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരത്തു നിന്നുള്ള കുട്ടികൾ വരെ കൊച്ചിയിൽ എത്തിച്ചേർന്നിരുന്നു. രാത്രി എത്തിയവരുണ്ട്, പുലർച്ചെ എത്തിയവരുണ്ട്. അവർക്കൊക്കെ ഏറെ നേരം കാത്തിരിക്കേണ്ടി വന്നു ഈ സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുക്കുന്നതിനായി. ഏതാണ്ട് 10 മണി 10:30 ശേഷമാണ് സെലക്ഷൻ ട്രയൽസിൻ്റെ നടപടിക്രമങ്ങൾ തന്നെ ആരംഭിക്കാൻ കഴിഞ്ഞത്. ആദ്യം പൂട്ടിക്കിടക്കുന്ന ഗേറ്റ്, പിന്നീട് വലിയ വിവാദമായതിനെ തുടർന്ന് ഇടപെട്ട് ആ ഗേറ്റ് തുറന്ന് ട്രയൽസ് ആരംഭിച്ചപ്പോഴേക്കും ഒരുപാട് വൈകുന്ന ഒരു സാഹചര്യം. എന്താണെങ്കിലും അത് പ്രതിഷേധത്തിന് വഴിവെച്ചു. കോൺഗ്രസിൻ്റെ മാർച്ച് നടന്നു. യുവമോർച്ചയും അല്പസമയത്തിനകം തന്നെ ഈ സ്പോർട്സ് കൗൺസിൽ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ഇതുവരെയും. ഡാനി ഇപ്പോൾ വീണ്ടും തുടരുന്നുണ്ട്. ഡാനി, ഈ യുവമോർച്ചയുടെ മാർച്ച് എപ്പോഴത്തേക്കാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു നിമിഷം, അതിനു മുമ്പ് ഡാനിയിലേക്ക് പി വി ശ്രീനിജൻ MLA ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പി വി ശ്രീനിജൻ, യു ഷറഫ് അലി സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ പറയുന്നത് അങ്ങനെ ഒരു കുടിശ്ശിക ഇല്ല എന്നുള്ളതാണ്. എന്താണ് ഈ രണ്ട് നിലപാടുകൾക്ക് കാരണം? അദ്ദേഹം പറഞ്ഞിരുന്നത് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിലേക്ക് കുടിശ്ശികയില്ലെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ കുടിശ്ശിക ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞു. എറണാകുളം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഞാൻ ആധികാരികമായിട്ട് പറയുന്നു, ജില്ലാ സ്പോർട്സ് കൗൺസിലിന് 8 മാസ വാടക കിട്ടാൻ. ഈ വാടക കുടിശ്ശിക അല്ലാതെ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന് എന്ത് കുടിശ്ശികയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നൽകേണ്ടത്? ഷറഫ് അലി പറഞ്ഞ ജില്ലാ സ്പോർട്സ് കൗൺസിലിനാണ് കുടിശ്ശിക നൽകേണ്ടത്. അല്ല, അതിൽ യു ഷറഫ് അലി ചോദിച്ചതിന്റെ അല്ലെങ്കിൽ പറഞ്ഞതിന്റെ ഒരു വ്യക്തത കിട്ടാൻ വേണ്ടി ചോദിച്ചതാണ്. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൽ കുടിശ്ശികയില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഈ കുടിശ്ശിക സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയാൻ മേലാഞ്ഞിട്ടായിരിക്കില്ലല്ലോ? അറിയില്ല. അദ്ദേഹം പറഞ്ഞത് എന്താ, സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന് കുടിശ്ശിക നൽകാനില്ല, ജില്ലാ സ്പോർട്സ് കൗൺസിലിന് കുടിശ്ശിക നൽകാനുണ്ടോ എന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ആധികാരികമായിട്ട് പറയുന്നു, ജില്ലാ സ്പോർട്സ് കൗൺസിലിന് 8 മാസത്തെ കുടിശ്ശിക ഉണ്ട്. അത് മാത്രമല്ല, ഇങ്ങനെ
അറിയിപ്പില്ലാതെ, ഇതൊരു സർക്കാരിന്റെ ഭൂമിയാണല്ലോ, ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനിയോ ക്ലബോ അനുമതി തേടാതെ ഇത്തരം ട്രയൽസുകൾ നടത്താൻ വരുന്നത് അത് അവരല്ല ആലോചിക്കുന്നത്. ഇത് സത്യത്തിൽ ഈ ആശയക്കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടായത് ഒരു കത്ത് പോലും ഒരു അനുമതി വാങ്ങിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന വിഷയമുള്ളൂ. പക്ഷെ സർക്കാർ ഭൂമികൾ അനുമതി വാങ്ങിക്കാതെ ഇത്തരത്തിൽ ഉപയോഗിക്കാം എന്നുള്ളൊരു ധാർഷ്ട്യം അത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് ഉണ്ടാകരുതായി. അതിലെ സാധാരണക്കാരായ കായിക താരങ്ങളും സാധാരണക്കാരായ ആളുകളെല്ലാം ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഇതിന് കാരണക്കാരായത് കേരള ബ്ലാസ്റ്റേഴ്സാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിനോട് ഇതുവരെ ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കാറുണ്ട്? എന്തുകൊണ്ട് അവര് അനുമതി ചോദിച്ചില്ല? അല്ലെങ്കിൽ അനുമതി ഇല്ലാതെ എന്തെങ്കിലും അവിടെ ട്രയൽസ് നടത്തി ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആരാണ് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്? വളരെ കൃത്യമാണ് താങ്കൾ പറഞ്ഞത്, ശരിയുമാണ്. ഞങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവരുടെ ഒരു ഔദ്യോഗിക വിശദീകരണം ലഭ്യമായിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് അവർ പ്രതികരിക്കുന്നില്ല. ഇനി അതിലൊരു സംശയം, ഈ കരാർ എടുക്കുമ്പോൾ ഈ പനമ്പടി നഗറിലെ ആ സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലുള്ള ആ ഗ്രൗണ്ട്, അതിന്റെ വാഷ്റൂം ഏരിയ, അതിന്റെ ഡ്രസ്സിംഗ് റൂം, നമുക്കറിയാം 2017 ഈ അണ്ടർ-17 ലോകകപ്പിന്റെ സമയത്താണ് ഇത് റിനോവേറ്റ് ചെയ്യുന്നത്. അത് കാര്യക്ഷമമായി നടത്തിക്കൊണ്ടുപോകാൻ മറ്റൊരാളില്ലാത്തത് കൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് അത് ഏറ്റെടുക്കാൻ ഉള്ള അവസരം ഒരുങ്ങിയത്. അപ്പോൾ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള, അത് കരാർ കാലാവധി ഉള്ളിടത്തോളം കാലം അത് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ബ്ലാസ്റ്റേഴ്സിനില്ലേ? പ്രത്യേക അനുമതിയുടെ ഒരു സാഹചര്യം ഉണ്ടോ അവിടെ? അല്ല, സാധാരണ രീതിയിൽ എഗ്രിമെന്റ് ഇപ്പൊ എറണാകുളം ജില്ലാ സ്പോർട്സ് കൗൺസിലായിട്ടാണ് ഇവർ എഗ്രിമെന്റ് ഉണ്ടായിരുന്നത്. ആ എഗ്രിമെന്റിന്റെ കാലങ്ങളിൽ ഇവർ പുറത്തുനിന്നുള്ള ഇവർക്ക് പരിശീലനം നടത്തുന്നതിന് മാത്രമേ അനുമതി ഉണ്ടായിരുന്നുള്ളൂ. അവര് ഇത്തരത്തിലുള്ള ട്രയൽസ് നടത്തുമ്പോൾ സാധാരണ രീതിയിൽ കൗൺസിലിന് മുൻകൂർ ഞങ്ങൾ അറിയിക്കാറുണ്ടായിരുന്നു. കാരണം ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രം ഉപയോഗിക്കുന്ന ഗ്രൗണ്ട് അല്ലേ. എറണാകുളം ജില്ലയിലെ പനമ്പള്ളി നഗർ സ്പോർട്സ് അക്കാദമിയിലെ ഫുട്ബോൾ താരങ്ങൾ, ഞങ്ങൾക്ക് തന്നെ 50 കുട്ടികൾ ഞങ്ങളുടെ കീഴിൽ തന്നെ കൗൺസിലുണ്ട്. അവർ പിന്നെ അണ്ടർ-14 ഗേൾസ് ടീം പരിശീലനം നടത്തുന്നത്. അപ്പോ ഞങ്ങളുടെ കുട്ടികളും കൂടി പരിശീലനം നടത്തുന്ന ഗ്രൗണ്ടാണത്. അപ്പൊ മുൻകൂർ അനുമതി, ഒരു ധാരണയുടെ പുറത്താണ് ഞങ്ങൾ ഇത്രയും നാൾ പോയിക്കൊണ്ടിരുന്നത്. മുൻകൂർ അനുമതി വാങ്ങിച്ച് അവർക്ക് ട്രയൽസ് ഉണ്ടാവുമെന്ന് പറയുന്ന സമയത്ത് ഈ ഞങ്ങളുടെ കുട്ടികൾ അതിൽ നിന്ന് മാറ്റി, അല്ലെങ്കിൽ ആ ദിവസം അവർക്ക് അവധി കൊടുത്തുകൊണ്ടാണ് രമ്യമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവര് ഏകപക്ഷീയമായിട്ട് ട്രയൽ നടത്താൻ മുൻകൂർ അനുമതി ഇല്ലാതെ, അല്ലെങ്കിൽ കൗൺസിലിന്റെ കുട്ടികൾ മത്സരിക്കുന്നുണ്ടോന്ന് അറിയാതെ, അല്ലെങ്കിൽ അതൊന്നും വകവയ്ക്കാതെ ഇത്തരത്തില് ഏകപക്ഷീയമായിട്ട് പോകുന്നതിലുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് അവര് പരിഹരിക്കേണ്ട വിഷയമാണ്. ശരി, എത്ര രൂപ ഏതാണ്ട് നൽകാനുണ്ട് ബ്ലാസ്റ്റേഴ്സ്? ഏകദേശം കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഇപ്പോൾ ഈ മെയ് വരെ ഏകദേശം 8 ലക്ഷത്തിൽ കൂടുതൽ തുക ഉണ്ട്. അതിന് കഴിഞ്ഞ മെയ് 5-ാം തീയതി ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ നിന്ന് അവർക്ക് കത്ത് നൽകിയിട്ടുള്ളതാണ്. ഈ പൈസ 7 ദിവസത്തിനുള്ളിൽ അടച്ചില്ലെങ്കിൽ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മുൻകൂർ നമ്മൾ ഇന്റിമേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. അല്ലാണ്ട് ഏകപക്ഷീയമായിട്ടല്ല ഈ നടപടി ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ വസ്തുത ഇരിക്കെ അവര് ഇന്ന് ഇത്തരത്തിലൊരു ട്രയൽസ് നടത്തി ഇത് ജില്ലാ സ്പോർട്സ് കൗൺസിലിനെ പൊതുജനങ്ങളുടെ മുന്നിൽ മോശക്കാരാക്കാനുള്ള ഒരു ശ്രമം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കിടയിൽ ഒരു ആശയവിനിമയം നടന്നിട്ടില്ലേ ഈ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികളുമായി, ജില്ലാ സ്പോർട്സ് കൗൺസിൽ നേതൃത്വത്തിന്റെ ഭാഗത്ത്? ഞാൻ പറയട്ടെ, സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന് എന്തെങ്കിലും തരത്തിലുള്ള അറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ സാധാരണ രീതിയിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ജില്ലാ സ്പോർട്സ് കൗൺസിലിനെ ഇന്റിമേറ്റ് ചെയ്യാറുണ്ട്. അതിലുള്ള ഒരു അറിയിപ്പും ജില്ലാ സ്പോർട്സ് കൗൺസിലിന് വന്നിട്ടില്ല. നിങ്ങൾ നോട്ടീസിന് വിശദീകരണം നൽകിയിട്ടുമില്ല ബ്ലാസ്റ്റേഴ്സ് അല്ലേ? ഞങ്ങൾ നൽകിയ നോട്ടീസിന് വിശദീകരണം നൽകിയിട്ടില്ലെന്ന് മാത്രമല്ല, അവര് നിലവിലുണ്ടായിരുന്ന എഗ്രിമെന്റ് ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കരാർ റദ്ദാക്കിയോ? അവര് ഏകപക്ഷീയമായിട്ട് കരാർ റദ്ദാക്കി. അങ്ങനെ കരാർ റദ്ദാക്കിയതിന് ശേഷം അനുമതി ഇല്ലാണ്ട് ട്രയൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ അനുമതി കൊടുക്കും? ശരി, എന്താണെങ്കിലും വളരെ നന്ദി ശ്രീ പി വി ശ്രീനിധൻ എം എൽ എ. ഒരു തരത്തിലും അത് കേരള ബ്ലാസ്റ്റേഴ്സിനെ ന്യായീകരിക്കുന്നതോ താങ്കളെ കുറ്റപ്പെടുത്തുന്നതോ അല്ല വാർത്ത, പ്രതിഷേധം അതുമാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. 2000 രൂപ നോട്ട് പിൻവലിച്ചതിൽ വിശദീകരണവുമായി RBI ഗവർണർ ശക്തികാന്ത ദാസ്. 2000 രൂപ നോട്ട് ഇറക്കിയതിന്റെ ലക്ഷ്യം പൂർത്തിയായി. ഇപ്പോൾ മറ്റ് നോട്ടുകൾ ആവശ്യത്തിന് സർക്കുലേഷനിലുണ്ട്. 2000 രൂപ നോട്ടിന്റെ സർക്കുലേഷൻ അതിന്റെ പാരമ്യത്തിൽ നിന്ന് താഴേക്കെത്തി. 6,73,000 കോടിയിൽ നിന്ന് 3,62,000 കോടിയായി അത് കുറഞ്ഞു. 2000 രൂപ നോട്ടിന്റെ വിനിമയ കാലഘട്ടം പൂർത്തിയായെന്നും നോട്ടിന്റെ പ്രിന്റിംഗ് നിർത്തിവെച്ചുവെന്നും RBI ഗവർണർ പറഞ്ഞു. According to Section 27 of the RBI Act, the Reserve Bank is required to not issue notes which are excessively soiled, defaced or damaged.
Under that section, for a long time, the Reserve Bank has been following what is called a clean note policy. Therefore, from time to time, Reserve Bank withdraws currency notes of particular series and issues fresh notes. And also, as a part of the normal banking operations also through the banks, as you know that when the notes get soiled, it is returned and fresh notes are issued. കൂടുതൽ വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. ചില സമയത്ത് ഡാമേജ് ആവാൻ സാധ്യത ഉണ്ട്, പക്ഷേ അത് മനഃപൂർവ്വം അറ്റാക്ക് ഒന്നുമില്ല, ചാർജിങ് ഒന്നുമില്ല, അല്ല, അത് വളരെ കാം ക്വൈറ്റാണ്. അരിക്കൊമ്പൻ കേരളത്തിൻ്റെ തന്നെ തുടരുമെന്ന് പ്രതീക്ഷിക്കുക അല്ലേ? പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് അപേക്ഷിക്കുന്നുണ്ട്. എന്തായാലും അത് തന്നെയാണ് അരിക്കൊമ്പൻ ആരാധകർക്ക് അത്തരത്തിൽ ആശ്വാസകരമായെന്ന് തന്നെയാണ്. അരിക്കൊമ്പൻ കേരളത്തിൽ തന്നെ ഈ പെരിയാർ ടൈഗർ റിസർവിൽ അവരുദ്ദേശിച്ച സ്ഥലത്ത് തന്നെ വിട്ട സ്ഥലത്തിനോട് ചേർന്ന് തന്നെ ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായി തുടരുകയാണ്. ധനേഷ് കെപിക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 തേക്കടി. അരിക്കൊമ്പൻ വീണ്ടും കേരള അതിർത്തിയിലുണ്ട്. നേരത്തെ ഇറക്കിവിട്ട സ്ഥലത്തിന് സമീപമാണ് അരിക്കൊമ്പൻ എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി അരിക്കൊമ്പൻ മുല്ലക്കുടിയിലാണെന്നാണ് തേക്കടി ഫോറസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ സുയോഗ് പാട്ടീൽ പറയുന്നത്. അരിക്കൊമ്പൻ തമിഴ്നാട്ടിൽ ആക്രമണം നടത്തിയെന്ന വാർത്തകൾ തെറ്റാണെന്നും ആന സുരക്ഷിതനാണെന്നുമാണ് വനം വകുപ്പ് പറയുന്നത്. ആ റിപ്പോർട്ട് കണ്ട് വീണ്ടും ശ്രീജിത്തിലേക്ക് മടങ്ങി വരാം. അരിക്കൊമ്പൻ എവിടെയെന്ന ചോദ്യം കുറേ കാലമായി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, മലയാളികൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് മേഘമല എത്തി അവിടെ ചില ആക്രമണങ്ങൾ നടത്തി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ അരിക്കൊമ്പനെ ചുമതലയുള്ള പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ സുയോഗ് പാട്ടീൽ എന്നോടൊപ്പം ചേരുന്നുണ്ട്. സാർ, വീണ്ടും അത് കേരളത്തിലെത്തി എന്നുള്ള വിവരങ്ങളുണ്ട് അല്ലേ? യെസ്, അത് കേരളത്തിൽ തന്നെയാണ്. നമ്മുടെ ആവശ്യമുള്ള അനുകൂലമായ സ്ഥലത്ത് ഇപ്പം നിലവിൽ അരിക്കൊമ്പനുണ്ട്. അതായത് ആദ്യം നമ്മൾ ഇറക്കി വിട്ടതിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. യെസ്, അതെ, അടുത്താണ്. അതെ, എക്സ്പെക്റ്റഡ് ഡയറക്ഷൻ, എക്സ്പെക്റ്റഡ് പോയിന്റിലാണ് ഇപ്പോൾ. ഒരുപാട് അവിടെ പുല്ലുമുണ്ട്, വെള്ളമുണ്ട്, ഒരുപാട് ആനകളുണ്ട് അവിടെ. അത് ആനകൾക്ക് ഒരു അനുകൂലമായ സ്ഥലങ്ങൾ ഇപ്പോൾ ഉണ്ട് നമ്മുടെ. അത് എത്ര ദിവസമായി സാർ? പെട്ടെന്ന് ഒരു ദിവസം വന്നതേ ഉള്ളൂ, അതോ അവിടെ തന്നെ തുടരുന്നു? അത് പതുക്കെ വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ നിലവിൽ അത് ഒരു സ്ഥലം പരിചയം ചെയ്യാൻ വേണ്ടി ശരിക്കും അവിടെ ഈ ഏരിയയിൽ പതുക്കെ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ 2-3 ദിവസം മുമ്പ് നമ്മുടെ സ്ഥലത്തിലാണ്. പക്ഷേ അത് മാത്രമല്ല, നേരത്തെ തന്നെ നമ്മുടെ സ്ഥലത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ചില സമയത്ത് അവിടെ പോയി, ചില സമയത്ത് ഇവിടെ പോയി. കാരണം മൊത്തം സെയിം ഏരിയയാണ്. ഒരു അതിർത്തി മാത്രം ഇവിടെ ഉണ്ട്, പക്ഷേ ശരിക്കും അത് മൊത്തം സെയിം ഏരിയയാണ്. അതുകൊണ്ടാണ് ഈ പരിചയം ചെയ്യാൻ വേണ്ടി ശരിക്കും ഇവിടെ പോകുന്നുണ്ട്. ഇവിടെ പരിചയം ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഈ സ്ഥലത്ത് തന്നെ തുടരും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടോ? അതെ. യെസ്. ഈ അറ്റാക്ക് ഉണ്ടായി എന്നൊക്കെ ഉള്ളത് പലപ്പോഴും കേൾക്കുന്നുണ്ട്. അങ്ങനെ കാര്യമായ അറ്റാക്ക് അങ്ങനെയല്ല, ശരിയല്ല. കാരണം അറ്റാക്ക് ഒന്നുമില്ല. ചില സമയത്ത് ഈ പോകുമ്പോൾ ചില സമയത്ത് ഡാമേജ് ആവാൻ സാധ്യത ഉണ്ട്, പക്ഷേ അത് മനഃപൂർവ്വം അറ്റാക്ക് ഒന്നുമില്ല, ചാർജിങ് ഒന്നുമില്ല, അല്ല, അത് വളരെ കാം ക്വൈറ്റാണ്. അരിക്കൊമ്പൻ കേരളത്തിൻ്റെ തന്നെ തുടരുമെന്ന് പ്രതീക്ഷിക്കുക അല്ലേ? പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് അപേക്ഷിക്കുന്നുണ്ട്. എന്തായാലും അത് തന്നെയാണ് അരിക്കൊമ്പൻ ആരാധകർക്ക് അത്തരത്തിൽ ആശ്വാസകരമായെന്ന് തന്നെയാണ്. അരിക്കൊമ്പൻ കേരളത്തിൽ തന്നെ ഈ പെരിയാർ ടൈഗർ റിസർവിൽ അവരുദ്ദേശിച്ച സ്ഥലത്ത് തന്നെ വിട്ട സ്ഥലത്തിനോട് ചേർന്ന് തന്നെ ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായി തുടരുകയാണ്. ധനേഷ് കെപിക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 തേക്കടി. അരിക്കൊമ്പൻ വീണ്ടും കേരള അതിർത്തിയിലുണ്ട്. നേരത്തെ ഇറക്കിവിട്ട സ്ഥലത്തിന് സമീപമാണ് അരിക്കൊമ്പൻ എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി അരിക്കൊമ്പൻ മുല്ലക്കുടിയിലാണെന്നാണ് തേക്കടി ഫോറസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ സുയോഗ് പാട്ടീൽ പറയുന്നത്. അരിക്കൊമ്പൻ തമിഴ്നാട്ടിൽ ആക്രമണം നടത്തിയെന്ന വാർത്തകൾ തെറ്റാണെന്നും ആന സുരക്ഷിതനാണെന്നുമാണ് വനം വകുപ്പ് പറയുന്നത്. ആ റിപ്പോർട്ട് കണ്ട് വീണ്ടും ശ്രീജിത്തിലേക്ക് മടങ്ങി വരാം. അരിക്കൊമ്പൻ എവിടെയെന്ന ചോദ്യം കുറേ കാലമായി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, മലയാളികൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് മേഘമല എത്തി അവിടെ ചില ആക്രമണങ്ങൾ നടത്തി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ അരിക്കൊമ്പനെ ചുമതലയുള്ള പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ സുയോഗ് പാട്ടീൽ എന്നോടൊപ്പം ചേരുന്നുണ്ട്. സാർ, വീണ്ടും അത് കേരളത്തിലെത്തി എന്നുള്ള വിവരങ്ങളുണ്ട് അല്ലേ? യെസ്, അത് കേരളത്തിൽ തന്നെയാണ്. നമ്മുടെ ആവശ്യമുള്ള അനുകൂലമായ സ്ഥലത്ത് ഇപ്പം നിലവിൽ ന്യൂസ് റൂമിലേക്ക് വീണ്ടും. നിയമസഭ പാസാക്കിയ ചില ബില്ലുകൾക്ക് അനുമതി കിട്ടാതെ കിടന്ന സംഭവമുണ്ടെന്ന് മുഖ്യമന്ത്രി. നിയമസഭാ മന്ദിരത്തിന്റെ രജത ജൂബിലി ആഘോഷത്തിൽ ഗവർണർ വേദിയിലിരിക്കെയാണ് മുഖ്യമന്ത്രിയുടെ ഈ പരോക്ഷ വിമർശനം. നിയമനിർമ്മാണ രംഗത്തെ സംഭാവനകൾ ചരിത്രപരമായ പ്രാധാന്യമുള്ളവയാണ്. പുരോഗമനപരവും വിപ്ലവാത്മകവുമായ അനേക നിയമനിർമ്മാണങ്ങൾക്ക് കേരള നിയമസഭ വേദിയായിട്ടുണ്ട്.
പാസാക്കിയ പല നിയമങ്ങളും സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലും ജനജീവിതത്തിലും ദുരവ്യാപകമായ ഫലങ്ങൾ സൃഷ്ടിച്ചിട്ടുമുണ്ട്. ഈ നിയമങ്ങളുടെ ചൂടുപിടിച്ച് മറ്റ് സംസ്ഥാനങ്ങൾ മാത്രമല്ല കേന്ദ്ര സർക്കാർ പോലും നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നത് നമുക്ക് അഭിമാനിക്കാനേറെ വക നൽകുന്ന കാര്യമാണ്. സബ്ജക്ട് കമ്മിറ്റിയുടെ കാര്യമെടുത്താൽ പോലും കേരള നിയമസഭയാണ് ഇന്ത്യൻ പാർലമെന്റിന് തന്നെ മാതൃകയായത്. നിയമനിർമ്മാണ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ എണ്ണി പറയുമ്പോഴും കേരള നിയമസഭ പാസാക്കിയ ചില ബില്ലുകൾ അനുമതി കിട്ടാതെ കിടന്ന കാര്യവും അനുമതി കാര്യത്തിൽ അനിശ്ചിതമായ കാലതാമസമുണ്ടാകുന്ന കാര്യവും നമുക്ക് വിസ്മരിക്കാനാവില്ല. ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് കേരളം മികച്ച നേട്ടം കൈവരിച്ചിട്ടുണ്ടെന്നും അതിന്റെ ഗുണഭോക്താവാണ് താനെന്നും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ പറഞ്ഞു. പാർലമെന്ററി പ്രവർത്തനം സാങ്കേതിക ജോലിയല്ല എന്നും നിയമസഭാ മന്ദിരത്തിന്റെ രജത ജൂബിലി ആഘോഷ ചടങ്ങിൽ ഉപരാഷ്ട്രപതി പറഞ്ഞു. Internet penetrations among the states. I'm talking, Honorable Chief Minister, about your state. Your penetration in this area is one of the highest in the country. You therefore know the impact of it. Creation of technology parks, electronic cities. Kerala is in forefront to harness the potential of the people at large. And I'm sure it will continue to do so. The state's quality human resource combined with this progressive culture, I'm sure it will be scripting a new history of inclusive growth. And that will happen. കേരള നിയമസഭ പാസാക്കിയ പല നിയമങ്ങളും ജനജീവിതത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഈ ശ്രീകോവിലിന്റെ പവിത്രത എപ്പോഴും ഉയർത്തിപ്പിടിച്ചവരാണ് MLA-മാരെന്നും ചടങ്ങിൽ ഗവർണർ പറഞ്ഞു. Right from the first Kerala Legislative Assembly of 1957, our legislators have come up with historic policies that have empowered our marginalized communities, strengthened our education and healthcare systems, and protected our environment. The ideas, dedication, and contribution of every single member right from day one of the Kerala Legislative Assembly have been instrumental in shaping the present Kerala, which has been globally hailed for its social welfare and sustainable development. പുതിയ തലമുറയിൽ നിന്ന് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അകലുകയാണോ എന്ന് പരിശോധിക്കണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാക്കുകൾ. നാട്ടിൽ എപ്പോഴും ഒരു അപ്പൊളിറ്റിക്കൽ സൊസൈറ്റി, ഒരു അരാഷ്ട്രീയ സമൂഹം നമ്മൾ അറിയാതെ വളർന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ ജനാധിപത്യ ഭരണകൂടങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പുതിയ തലമുറകൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഉയർന്നു വരാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ജനാധിപത്യ ഭരണകൂടങ്ങൾ പലതരത്തിലും പരാജയപ്പെടുന്നത് കൊണ്ടാണോ, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാത്തത് കൊണ്ടാണോ, പുതിയ തലമുറയിൽപ്പെട്ട ആളുകളുമായി ഈ മുഖ്യധാര രാഷ്ട്രീയ സമൂഹം അകന്നു പോകുന്നത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒരുപക്ഷെ ഈ എല്ലാ ഘടകങ്ങളും അതിന് കാരണമായേക്കാം. പക്ഷേ ജനാധിപത്യത്തെക്കുറിച്ച് വിശ്വാസമില്ലാത്ത ഒരു അരാഷ്ട്രീയ സമൂഹം അപകടകരമായി വളരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിന് അപകടകരമാണ്. അതൊരു പക്ഷേ തീവ്രവാദത്തിലേക്കും തീവ്രമായ വർഗീയതയിലേക്കും അതിതീവ്ര ദേശീയതയിലേക്കും ഒക്കെ കടന്നു പോകാൻ സാധ്യതയുള്ളതാണ് അരാഷ്ട്രീയത. ആ അരാഷ്ട്രീയതയെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കും നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങൾക്കുമുണ്ട്. കൂടുതൽ വാർത്തകളിലേക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം. അതായത് ആദ്യം നമ്മൾ ഇറക്കി വിട്ടതിന്റെ അടുത്തുള്ള സ്ഥലമാണ്. യെസ്, അതെ, അടുത്താണ്. അതെ, എക്സ്പെക്റ്റഡ് ഡയറക്ഷൻ, എക്സ്പെക്റ്റഡ് പോയിന്റിലാണ് ഇപ്പോൾ. ഒരുപാട് അവിടെ പുല്ലുമുണ്ട്, വെള്ളമുണ്ട്, ഒരുപാട് ആനകളുണ്ട് അവിടെ. അത് ആനകൾക്ക് ഒരു അനുകൂലമായ സ്ഥലങ്ങൾ ഇപ്പോൾ ആന ഉണ്ട് നമ്മുടെ. അത് എത്ര ദിവസമായി സാർ? പെട്ടെന്ന് ഒരു ദിവസം വന്നതേ ഉള്ളൂ, അതോ അവിടെ തന്നെ തുടരുന്നുണ്ട്? അത് പതുക്കെ വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ നിലവിൽ അത് ഒരു സ്ഥലം പരിചയം ചെയ്യാൻ വേണ്ടി ശരിക്കും ആന ഇവിടെ ഈ ഏരിയയിൽ പതുക്കെ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ 2-3 ദിവസം മുമ്പ് നമ്മുടെ സ്ഥലത്തിലാണ്. പക്ഷേ അത് മാത്രമല്ല, നേരത്തെ തന്നെ നമ്മുടെ സ്ഥലത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ചില സമയത്ത് അവിടെ പോയി, ചില സമയത്ത് ഇവിടെ പോയി. കാരണം മൊത്തം സെയിം ഏരിയ ആണ്.
ഒരു അതിർത്തി മാത്രം ഇവിടെ ഉണ്ട്, പക്ഷേ ശരിക്കും അത് മൊത്തം സെയിം ഏരിയ ആണ്. അതുകൊണ്ടാണ് ഈ പരിചയം ചെയ്യാൻ വേണ്ടി ശരിക്കും ഇവിടെ പോകുന്നുണ്ട്. ഇവിടെ പരിചയമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഈ സ്ഥലത്ത് തന്നെ തുടരും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടോ? അതെ 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 അതെ. യെസ്. ഈ അറ്റാക്ക് ഉണ്ടായി എന്നൊക്കെ ഉള്ളത് പലപ്പോഴും കേൾക്കുന്നുണ്ട്. അങ്ങനെ കാര്യമായ ഒരു അറ്റാക്ക് അങ്ങനെയല്ല, ശരിയല്ല. കാരണം അറ്റാക്ക് ഒന്നുമില്ല. ചില സമയത്ത് ഈ പോകുമ്പോൾ ചില സമയത്ത് ഡാമേജ് ആവാൻ സാധ്യത ഉണ്ട്, പക്ഷേ അത് മനഃപൂർവ്വം അറ്റാക്ക് ഒന്നുമില്ല, ചാർജിങ് ഒന്നുമില്ല. അല്ല, അത് വളരെ കാം ക്വൈറ്റാണ്. അരിക്കൊമ്പൻ കേരളത്തിൻ്റെ തന്നെ തുടരുമെന്ന് പ്രതീക്ഷിക്കുക അല്ലേ? പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് അപേക്ഷിക്കുന്നുണ്ട്. എന്തായാലും അത് തന്നെയാണ് അരിക്കൊമ്പൻ ആരാധകർക്ക് അത്തരത്തിൽ ആശ്വാസകരമായ ഒന്ന് തന്നെയാണ്. അരിക്കൊമ്പൻ കേരളത്തിൽ തന്നെ ഈ പെരിയാർ ടൈഗർ റിസർവിൽ അവരുദ്ദേശിച്ച സ്ഥലത്ത് തന്നെ വിട്ട സ്ഥലത്തിനോട് ചേർന്ന് തന്നെ ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായി തുടരുകയാണ്. ധനേഷ് കെപിക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 തേക്കടി. അരിക്കൊമ്പൻ വീണ്ടും കേരള അതിർത്തിയിലുണ്ട്. നേരത്തെ ഇറക്കിവിട്ട സ്ഥലത്തിന് സമീപമാണ് അരിക്കൊമ്പൻ എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി അരിക്കൊമ്പൻ മുല്ലക്കുടിയിലാണെന്നാണ് തേക്കടി ഫോറസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ സുയോഗ് പാട്ടീൽ പറയുന്നത്. അരിക്കൊമ്പൻ തമിഴ്നാട്ടിൽ ആക്രമണം നടത്തിയെന്ന വാർത്തകൾ തെറ്റാണെന്നും ആന സുരക്ഷിതനാണെന്നുമാണ് വനം വകുപ്പ് പറയുന്നത്. ആ റിപ്പോർട്ട് കണ്ട് വീണ്ടും ശ്രീജിത്തിലേക്ക് മടങ്ങി വരാം. അരിക്കൊമ്പൻ എവിടെയെന്ന ചോദ്യം കുറേ കാലമായി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, മലയാളികൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് മേഘമല എത്തി അവിടെ ചില അക്രമങ്ങൾ നടത്തി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ അരിക്കൊമ്പനെ ചുമതലയുള്ള പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ സുയോഗ് പാട്ടീൽ എന്നോടൊപ്പം ചേരുന്നുണ്ട്. സാർ, വീണ്ടും അത് കേരളത്തിലെത്തി എന്നുള്ള വിവരങ്ങളുണ്ട് അല്ലേ? യെസ്, അത് കേരളത്തിൽ തന്നെയാണ്. ഇവിടെ ആവശ്യമുള്ള അനുകൂലമായ സ്ഥലത്ത് ഇപ്പം നിലവിൽ അരിക്കൊമ്പൻ ഉണ്ട്. അതായത് ആദ്യം നമ്മൾ ഇറക്കി വിട്ടതിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. യെസ്, അതെ, അടുത്താണ്. അതെ, എക്സ്പെക്റ്റഡ് ഡയറക്ഷൻ, എക്സ്പെക്റ്റഡ് പോയിന്റിലാണ് ഇപ്പോൾ. ഒരുപാട് അവിടെ പുല്ലുമുണ്ട്, വെള്ളമുണ്ട്, ഒരുപാട് ആനകളുണ്ട് അവിടെ. അത് ആനകൾക്ക് ഒരു അനുകൂലമായ സ്ഥലങ്ങൾ ഇപ്പോൾ ഉണ്ട് അവിടെ. അത് എത്ര ദിവസമായി സാർ? പെട്ടെന്ന് ഒരു ദിവസം വന്നതേ ഉള്ളൂ, അതോ അവിടെ തന്നെ തുടരുന്നുണ്ട്? അത് പതുക്കെ വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ നിലവിൽ അത് ഒരു സ്ഥലം പരിചയം ചെയ്യാൻ വേണ്ടി ശരിക്കും അവിടെ ഈ ഏരിയയിൽ പതുക്കെ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ 2-3 ദിവസം മുമ്പ് നമ്മുടെ സ്ഥലത്തിലാണ്. പക്ഷേ അത് മാത്രമല്ല, നേരത്തെ തന്നെ നമ്മുടെ സ്ഥലത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചില സമയത്ത് അവിടെ പോയി, ചില സമയത്ത് ഇവിടെ പോയി. കാരണം മൊത്തം സെയിം ഏരിയ ആണ്. ഒരു അതിർത്തി മാത്രം ഇവിടെ ഉണ്ട്, പക്ഷേ ശരിക്കും അത് മൊത്തം സെയിം ഏരിയ ആണ്. അതുകൊണ്ടാണ് ഈ പരിചയം ചെയ്യാൻ വേണ്ടി ശരിക്കും ഇവിടെ പോകുന്നുണ്ട്. ഇവിടെ പരിചയമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഈ സ്ഥലത്ത് തന്നെ തുടരും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടോ? അതെ 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 അതെ. യെസ്. ഈ അറ്റാക്ക് ഉണ്ടായി എന്നൊക്കെ ഉള്ളത് പലപ്പോഴും കേൾക്കുന്നുണ്ട്. അങ്ങനെ കാര്യമായ ഒരു അറ്റാക്ക് അങ്ങനെയല്ല, ശരിയല്ല. കാരണം അറ്റാക്ക് ഒന്നുമില്ല. ചില സമയത്ത് ഈ പോകുമ്പോൾ ചില സമയത്ത് ഡാമേജ് ആവാൻ സാധ്യത ഉണ്ട്, പക്ഷേ അത് മനഃപൂർവ്വം അറ്റാക്ക് ഒന്നുമില്ല, ചാർജിങ് ഒന്നുമില്ല. അല്ല, അത് വളരെ കാം ക്വൈറ്റാണ്. അരിക്കൊമ്പൻ കേരളത്തിൻ്റെ തന്നെ തുടരുമെന്ന് പ്രതീക്ഷിക്കുക അല്ലേ? പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് അപേക്ഷിക്കുന്നുണ്ട്. എന്തായാലും അത് തന്നെയാണ് അരിക്കൊമ്പൻ ആരാധകർക്ക് അത്തരത്തിൽ ആശ്വാസകരമായ ഒന്ന് തന്നെയാണ്. അരിക്കൊമ്പൻ കേരളത്തിൽ തന്നെ ഈ പെരിയാർ ടൈഗർ റിസർവിൽ അവരുദ്ദേശിച്ച സ്ഥലത്ത് തന്നെ വിട്ട സ്ഥലത്തിനോട് ചേർന്ന് തന്നെ ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായി തുടരുകയാണ്. ധനേഷ് കെപിക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 തേക്കടി. ന്യൂസ് ലൈവിൽ ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. കരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. കരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5620 രൂപ, പവന് 44,960 രൂപ. വെള്ളി ഗ്രാമിന് 79 രൂപ, കിലോയ്ക്ക് 79,000 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3853 രൂപ. കരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. കരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ജീവകാരുണ്യ പ്രവർത്തനത്തിനായി 12ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ചിത്ര പ്രദർശനം. തിരുവനന്തപുരത്താണ് മോഡൽ സ്കൂൾ വിദ്യാർത്ഥിയായ അഭിഷേക് ഇത്തരത്തിലൊരു പ്രദർശനം സംഘടിപ്പിച്ചത്. രക്ഷിതാക്കളും അധ്യാപകരും പരിചയക്കാരുമെല്ലാം അകമഴിഞ്ഞ പിന്തുണ നൽകിയതോടെ വലിയ ഉദ്യമത്തിലേക്ക് അഭിഷേക് ചുവടുവെക്കുകയായിരുന്നു. ഈ റിപ്പോർട്ടോടുകൂടി ന്യൂസ് റൂം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. 3 ദിവസത്തെ ചിത്രപ്രദർശനത്തിൽ ചിത്രങ്ങളുടെ വിൽപ്പനയിലൂടെ ലഭിച്ചത് 30,000 രൂപ. RCCയിലെ നിർധന രോഗികൾക്ക് അഭിഷേക് വരച്ച ചിത്രങ്ങളിലൂടെ ലഭിച്ച തുക നൽകും. ഒരിക്കൽ വേദനിപ്പിക്കുന്ന കാഴ്ചയ്ക്ക് സാക്ഷിയായി അന്നെടുത്തതാണ് തീരുമാനം. വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന ആദ്യമായിട്ടാണ്. അതും വിൽപ്പനയ്ക്ക് ഒരു തീം ഉണ്ടായിരുന്നു. 8ൽ തന്നെ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ എന്തെങ്കിലും സഹായിക്കണം, ചാരിറ്റീനെ സഹായിക്കണം. ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട്.
ചാറ്റിയിൽ ഒരിക്കലൊരു ഇത് ഫുഡ് കൊടുക്കാനായിട്ട് പോയപ്പോൾ അവിടുത്തെ ഒരു ആൻറ്റി കരയുന്നു. അതായത് 50 രൂപ പോലും വണ്ടി കാശ് കൊടുത്ത് വരാനില്ലാത്ത രീതിയിൽ. അപ്പോൾ അന്നത്തെ ഒരു തീമായിരുന്നു ഇത്രയും പണം വരച്ച് സെയിൽ ചെയ്ത് ആ ഫുൾ എമൗണ്ടും ആ സെസിയെ സഹായിക്കണമെന്നുള്ളത്. അക്രിലിക്, ജലഛായം, എണ്ണച്ചായം തുടങ്ങിയ വിവിധ മാധ്യമങ്ങൾ ചിത്രരചനയ്ക്ക് ഉപയോഗിക്കുന്നു. സ്കാച്ച് ബോർഡ് എച്ചിങ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. അതൊരു കാർഡിൻ്റെ പുറത്തൊരു ഗോൾഡൻ കോട്ടിങ്, അതിൻ്റെ പുറത്തൊരു ബ്ലാക്ക് കോട്ടിങ്. ആ കോട്ട് ചെയ്യുന്ന അത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഈ ഗോൾഡൻ പ്രൊജക്റ്റ് ചെയ്യും. പക്ഷെ ഒരു ലൈൻ ഇട്ടാൽ നമുക്കത് മാറ്റാനോ ഒന്നിനും പറ്റത്തില്ല. തെറ്റിയാൽ അപ്പോൾ തീർന്നു. കൂടുതൽ എനിക്ക് അക്രിലിക്കാണ്, കാരണം ഇവിടെ കൂടുതലും അക്രിലിക്കാണ് ഞാൻ കൂടുതൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കംഫർട്ട് പെട്ടെന്ന് ചെയ്യാനും നമ്മളൊരു ആളെ കണ്ടാലും പെട്ടെന്ന് വരയ്ക്കാനും എല്ലാം എനിക്ക് അക്രിലിക്കാണ് കൂടുതൽ. കുട്ടിക്കാലം മുതൽ +2 വരെ വരച്ച ചിത്രങ്ങൾ പ്രദർശനത്തിന്റെ ഭാഗമായി. അച്ഛൻ നാഗരാജനും അപ്പൂപ്പൻ രാജഗോപാലൻ ആചാര്യയും ചിത്രകലാ അധ്യാപകരാണ്. അഭിഷേകിന് രവിവർമ്മ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 8 തൊട്ട് +2 വരെ വരച്ചിരിക്കുന്ന പടങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. മുഴുവനും വെച്ചിട്ടില്ല. ഈ ഹാളിൽ വെക്കാൻ തക്ക പരിമിതിയിലാണ് എല്ലാം വെച്ചിട്ടുള്ളത്. എനിക്കില്ല, ഞാൻ ജനിച്ചപ്പോൾ തൊട്ടേ കണ്ട ചിത്രകലയാണ്. കാരണം എൻ്റെ അപ്പൂപ്പൻ സാറായിരുന്നു, വല്യച്ഛൻ സാറായിരുന്നു, അച്ഛനും ഡ്രോയിങ് സാറാണ്. അപ്പോൾ ഞാൻ ജനിച്ചപ്പോഴേ 60 കാലം തൊട്ടേ വീട്ടിലും കുട്ടികൾ പഠിക്കുന്നതും വരയ്ക്കുന്നതൊക്കെയാണ് ഞാൻ കണ്ടു തുടങ്ങിയത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാനും അങ്ങനെ ചെയ്ത് ഇപ്പോൾ ഇത് എല്ലാ പിന്തുണയുമായി അമ്മ ജയ നാഗരാജനും മകനൊപ്പമുണ്ട്. പ്രദർശനത്തിൽ മുഖ്യാതിഥിയായി മന്ത്രി വി ശിവൻകുട്ടി എത്തി. ന്യൂസ് 18 തിരുവനന്തപുരം.